ഇന്നത്തേത് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്, കൂടെ ഒരു മസാലയുടെ റെസിപ്പി കൂടെയുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാംസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 10 കാശ്മീരി ചില്ലി, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ക്ലവ്, ഒരു 3-4 കഷ്ണം പട്ട, 2 ടീസ്പൂൺ മാത്രം തേങ്ങ, ഒരു പകുതി നാരങ്ങയുടെ നീര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം അരിപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളം, നമുക്ക് അരക്കാൻ പാകത്തിനുള്ള ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വരയിട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ഈ മസാല, പകുതി മസാല മാത്രം പിടിപ്പിക്കുവാണ്. നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഞാൻ ഫ്രിഡ്ജിലാണ് അരമണിക്കൂർ സൂക്ഷിച്ച് വെച്ചത്. ഈ ബാക്കി മസാല കൊണ്ട് നമുക്കൊരു ഒരു ഫ്രൈഡ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ഞാൻ ചെയ്ത് വെച്ചത് ഒരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ല വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാദ്യം ചിക്കൻ ഈ തിളച്ച എണ്ണയിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 3 മിനിറ്റ്സ് ലിഡ് കൊണ്ട് അടച്ചു വെക്കാം. 3 മിനിറ്റ്സിന് ശേഷം അത് തുറന്നിട്ട് ഒന്നുകൂടെ മറിച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ്സ് കൂടെ അടച്ചു വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും, നന്നായിട്ട് അകമൊക്കെ നന്നായിട്ട് വെന്തും കിട്ടും. സോ ഈ സമയത്തൊക്കെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. ഈ ഒരു 6 മിനിറ്റ്സിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചേരുവകളെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനായിട്ട് ബാക്കി മസാലയിലേക്ക് ഒരു ചെറിയൊരു സവോള, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ മാത്രം തേങ്ങ, പിന്നെ 1/2 ടീസ്പൂൺ മാത്രം നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്. ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ 2 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇടിച്ചിവിടെ വെക്കുന്നുണ്ട്. ഞാൻ ആ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആ മസാല ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ ഈ ലിഡ് ഒരു 6 മിനിറ്റ്സിന് ശേഷം പിന്നെ നമ്മൾ അടക്കത്തില്ല. സോ ലിഡ് മാറ്റിയതിന് ശേഷം നമുക്ക് 2 വശം നന്നായിട്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഇതെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേറെ പല രീതിയിലും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം, പക്ഷേ ഇങ്ങനെ റോ ആയിട്ടുള്ള നമ്മുടെ മസാലകൾ എടുത്ത് ഇങ്ങനെ ചതച്ചുണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലും ഈ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നത് അധികം ഞാൻ ആരിലും കണ്ടിട്ടില്ല. സോ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ പേര് ഇതിനകത്ത് ഈ കാഷ്യൂ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഞാനിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ മുരിഞ്ഞ ആ ഒരു പോർഷൻ കൂടി എടുത്ത് മാറ്റുന്നുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ മസാല ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ഈ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ശേഷം കരിയാതെ നോക്കണം, കാരണം ഇതിനകത്ത് തേങ്ങയും കോൺഫ്ലോറും അരിപ്പൊടിയും എല്ലാം ഉള്ളതാണ്. സോ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട്, ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സവോള നന്നായിട്ട് മുരിഞ്ഞ് കരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി നമ്മുടെ മസാലകൾ ഫ്രൈ ആയി വരത്തേ ഉള്ളൂ. സോ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു തവ ഉപയോഗിച്ചിട്ട് ആ എണ്ണ ഊറ്റി ഈ മസാല മാത്രമായിട്ട് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ്റെ ആ മേളിലേക്ക് നമുക്ക് ഈ മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനും പുട്ട് കഴിക്കാനും നമുക്ക് ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ ഈ ഒരു മസാല മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.